ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങളുടെ വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തെറ്റുകളും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. ആദ്യം തന്നെ എന്താണ് ഹാൻഡ് ബ്രേക്ക്, എന്തിനാണ് ഒരു വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ്, അതുപോലെ തന്നെ ഒരു എമർജൻസി ബ്രേക്കാണ്. അതായത് രണ്ട് യൂസ് ആണ് ഇതിനുള്ളത്. ഒന്ന് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനും, മറ്റൊന്ന് നമ്മുടെ വണ്ടി എമർജൻസി ആയിട്ട് നിർത്തേണ്ട സാഹചര്യങ്ങളിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ വണ്ടിയെ എമർജൻസി ആയിട്ട് നിർത്താനുമാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ ഈ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് മേളിലേക്കാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ഞെക്കി പിടിക്കും. ഈ ബട്ടണിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. പരമാവധി വലിച്ചിട്ട് എന്ത് ചെയ്യും, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഇങ്ങനെ ടയറിനെ ലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു മെത്തേഡല്ല. ഇങ്ങനെ ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പക്ഷെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ലോക്കിലേക്കാണ് ഇതിങ്ങനെ കയറി വീഴുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ഹാൻഡ് ബ്രേക്ക് വേണം, കൂടുതലായിട്ട് വേണോ, അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോക്കിലേക്ക് കയറി ഇത് വീഴുന്നത് നമുക്ക് കറക്റ്റായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാനിവിടെ ഈ ലോക്കെ പിടിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 5 ടിക്ക് നിങ്ങൾ കേട്ടു. പരമാവധി ഇതിപ്പോൾ ഞാൻ ലോക്ക് ചെയ്താണ്. ഇപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതായത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് അളവിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ പരമാവധി ഒരു 5 നോച്ച് വരെ വന്നു കഴിഞ്ഞാൽ ഇത് പരമാവധി ടൈറ്റിലേക്ക് എത്തുകയാണ്. അതായത് ഒരു 5 ടിക്ക് നമ്മൾ മേളിലേക്ക് വലിച്ചിട്ടാൽ ഇത് പരമാവധി ടൈറ്റിലേക്ക് എത്തുകയാണ്. അപ്പം ഈ ടൈറ്റ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. മനസ്സിലായോ? ആ ടൈറ്റിൻ്റെ ആ ഒരു അളവിലേക്കുള്ള ഒരു പ്രഷർ മാത്രം കൊടുത്താണ് ഞാൻ ഹാൻഡ് ബ്രേക്കിനെ ലോക്ക് ചെയ്തത്. എന്നാൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ഒറ്റ വലി വലിക്കും. ഉള്ള ബലം, ഉള്ള പ്രഷർ ആ ഹാൻഡ് ബ്രേക്കിന്റെ പെഡലിൽ കൊടുത്തോണ്ട് എന്ത് ചെയ്യും, ഒറ്റ വലി വലിക്കും, വളരെ ശക്തിയായിട്ട് വലിക്കും. ഒരിക്കലും അത്തരത്തിൽ വലിച്ച് ഹാൻഡ് ബ്രേക്കിനെ ഇടരുത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു മെക്കാനിസം ആണല്ലോ. നല്ല രീതിയിൽ ലോക്കിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പക്ഷെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ ജാമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് വണ്ടിയുടെ ടയർ അനക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും. അതുകൊണ്ട് അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് കറക്റ്റായിട്ട് ഇടേണ്ടത്? സ്മൂത്ത് ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് പഠിക്കുക. ഇങ്ങനെ കൈ പിടിക്കുക, അതിനുശേഷം ഇത്തരത്തിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു എമർജൻസി ബ്രേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, എമർജൻസി ആയിട്ട് വരേണ്ട ഒരു സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ബ്രേക്കാണ് ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് ഉള്ളത്. എന്നാൽ ഇതിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പം എമർജൻസി ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ വരാം? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഫുഡ് ബ്രേക്ക് നമുക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല, ബ്രേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. റെയറായിട്ടാണ് വാഹനങ്ങളിൽ അത് സംഭവിക്കുന്നത്. അങ്ങനെ ബ്രേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നമ്മുടെ വണ്ടിയെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ അതിനൊരു പ്രത്യേക ട്യൂട്ടോറിയലുണ്ട്, അതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന്. അത് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു വിഷയത്തെക്കുറിച്ച്, എങ്ങനെ ഹാൻഡ് ബ്രേക്ക് എമർജൻസി ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ തൊട്ടുമേളിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. വീഡിയോ നിങ്ങൾ വളരെ പൂർണ്ണമായിട്ട് കാണണം. ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് കാര്യമില്ല, പൂർണ്ണമായിട്ട് കണ്ടാലേ വീഡിയോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അത്തരത്തിൽ ഉപയോഗിക്കാനാണ് നമ്മൾ പിന്നീട് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു വാഹനത്തിൽ ഹാൻഡ് ബ്രേക്കിനെ പരിപാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളൊക്കെ നല്ല കേബിളായിരിക്കണം. അത് പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ അത് മാറ്റേണ്ട സമയമായെങ്കിൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി മാറ്റി ഉപയോഗിക്കുക. വണ്ടി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.